വെൽക്കം ടു സേറാസ് കളക്ഷൻസ്. ഞാൻ ജെസ്സി. ഇന്ന് വന്നിരിക്കുന്നത് എന്താണ് കുറച്ച് സാരികളുമായിട്ടാണ് കേട്ടോ. സാരികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുന്നേ നമ്മൾ കൊണ്ടുവരാത്ത സാരിയാണ്. അപ്പം ഇതൊരു ന്യൂ പാറ്റേൺ സാരികളാണ്. അതിനകത്ത് തന്നെ 2-3 ടൈപ്പ് സാരികളുണ്ട്. ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ ഇക്കത്ത് പാറ്റേൺ. ഇക്കത്തിൻ്റെ നമ്മൾ എന്താണ് സിംഗിൾ കുർത്തി കൊണ്ടുവന്നിട്ടുണ്ട്, 3 പീസ് സെറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, 2 പീസ് സെറ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇക്കത്തിൻ്റെ സാരികൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. ഇക്കത്ത് പ്രിന്റ് വരുന്ന സാരികൾ. അപ്പോൾ ആ ടൈപ്പ് സാരികളാണ് ഇന്ന് ഞാൻ ആദ്യം കാണിക്കുന്നത്. നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഇതുപോലെയുള്ള പുതിയ പുതിയ കളക്ഷൻസ് ഇനിയും വരുന്നതായിരിക്കും. ചിക്കൻ കറി കുർത്തികളുടെ ഇനിയും കളക്ഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. നിങ്ങൾ നല്ല കമൻറ്റൊക്കെ നിങ്ങൾ ഇടുന്നത് എപ്പോഴും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ കഴിയുന്നതും വായിക്കാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ തിരക്ക് കാരണമാണ് കേട്ടോ സാധിക്കാതെ പോകുന്നത്. അതിനകത്ത് ആർക്കും ഒരു വിഷമോ പരിഭവോ തോന്നരുത്. നിങ്ങൾ കമൻസ് ഒക്കെ എഴുതുന്ന ഒരുപാട് പേരോട് ഞാൻ താങ്ക്ഫുൾ ആണ്. കാരണം നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഇത് കാണാനുള്ള ഒരു ക്ഷമ നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണ് കേട്ടോ. എന്തെങ്കിലും ഒരു കമൻ്റൊക്കെ ഇടുക, അതെനിക്ക് എപ്പോഴും എന്താ പറയണത്, എനിക്കതൊന്നും കൂടെ എൻ്റെ കോൺഫിഡൻസ് ഒന്ന് കൂട്ടും. നല്ലതാണെങ്കിലും ചിലർ ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോഴൊക്കെ എന്തെങ്കിലും പറയും ഇത് എക്സ്പ്ലനേഷൻ കൂടുതലാണ് എന്നൊക്കെ പറയും. ഞാൻ എല്ലാ കമൻസും റൈറ്റ് സെൻസിൽ മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് കളക്ഷൻസിലേക്ക് ഓരോന്നായിട്ട് പോകും. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് നമ്മൾ ഇക്കത്തിൻ്റെ സാരികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് സാരി ഇതാണ് കേട്ടോ. ഇതിൻ്റെ സാരിയുടെ കളർ കണ്ടോ, ഈ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ മേളിൽ നമുക്കൊരു ഗോൾഡൻ്റെ നല്ലതാ ഒരു ബോർഡർ കിട്ടും. അധികം തെറിച്ചൊന്നും നിൽക്കുന്നതല്ല, പാകത്തിന് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ബോർഡർ കിട്ടും. ഉള്ളിൽ മുഴുവനും ഒരു ഇക്കത്ത് പ്രിന്റ് ഇങ്ങനെ ഫോളോ ചെയ്യും. ഞാൻ ഈ സാരി നന്നായിട്ട് നിവർത്തിയിട്ടിട്ട് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് സാരി നന്നായിട്ട് നിവർത്തി കാണിക്കുന്നത്. ഇങ്ങനെയാണ് സാരിയുടെ ബോഡി പാർട്ട് വരുന്നത് കണ്ട. ഈ പ്രിന്റ് ഇങ്ങനെ പോകും ഫുള്ള്. എന്നിട്ട് ഈ തുമ്പിൽ വരുമ്പോഴും ഇതുപോലെ തന്നെ നമുക്ക് ആ ഒരു ബോർഡർ ഇല്ലേ, അതങ്ങനെ തന്നെ കിട്ടും കണ്ട. ഇങ്ങനെയാണ് വരുന്നത്. കുത്തിയൊക്കെ വരുമ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു വ്യൂവിലാണ് വരുന്നത്. ഞാനിപ്പം ജസ്റ്റ് ഒരു 2 പ്ലേറ്റ് മാത്രമേ ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ. ഭംഗിയായിട്ടൊന്നും ഞാൻ വെച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വെച്ചതാണ്. ഇങ്ങനെ ഇതിൻ്റെ മുന്താണി പോർഷൻ ഈ കാണുന്നതാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഒരു ആഷ് കളറും ഈ ഒരു കളർ മിക്സ് ആയിട്ട് കാണുന്നില്ലേ. ഇക്കത്ത് പാറ്റേണിൽ ഫുള്ള് വരുന്ന മുന്താണിയാണ് വരുന്നത്. താഴെ വരുമ്പോൾ ഒരു ലൈൻ പാറ്റേണും നല്ല ടാസിൽസും കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ട. ഇങ്ങനെയാണ് ഇതിൻ്റെ മുന്താണി വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇങ്ങനെ വരും. ബ്ലൗസ് പീസിൽ കയ്യിൽ വെക്കാനായിട്ട് നമുക്ക് ഈ കസവിൻ്റെ കരി കിട്ടും. ഉള്ളിൽ ഈ പ്രിന്റഡ് ആണ് ബ്ലൗസ് വരുന്നത് കേട്ടോ. സെയിം ഏകദേശം ഒരു എന്താ പറയേണ്ടത് ഈ മുന്താണി പോലെ തന്നെ, പക്ഷെ കുറച്ചും കൂടെ എന്താണ് പ്രിന്റ് കുറച്ചും കൂടെ ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് ബ്ലൗസ് പീസ്, ഇതാണ് മുന്താണി. സാരിയുടെ വ്യൂ ഇങ്ങനെ വരും. അടിപൊളി സാരിയാണ് കേട്ടോ. നമ്മൾ അങ്ങനെ കോമൺ ആയിട്ട് അധികമൊന്നും കാണാത്ത ഒരു സാരിയാണ്. കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ. പക്ഷെ കോട്ടൺ ആണെങ്കിലും നല്ല ഒരു സ്മൂത്ത് ഫീലിങ്ങിൽ ഒരു എന്താ പറയേണ്ടത്, ഒരു ഹാർഡായിട്ടുള്ളതല്ല, നല്ല സ്മൂത്ത് ആയിട്ട് നല്ല ഉടുത്താൽ ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പ് അടുക്കി കുത്തി നമുക്ക് ഭംഗിക്ക് ഉടുക്കാവുന്ന കോട്ടൺ സാരിയാണ് കേട്ടോ. കോട്ടൺ എന്ന് പറഞ്ഞാൽ കുറച്ച് ക്വാളിറ്റി കൂടിയ ടൈപ്പ് കോട്ടൺ ആണ് കേട്ടോ ഇത്. അല്ലാതെ നോർമൽ വെറും ഒരു കോട്ടൺ അല്ല ഇത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ലേ. ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഇതിന് അത്യാവശ്യം കട്ടിയുമുണ്ട്. ഇതാ കണ്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സാരി. ഇതിൻ്റെ റേറ്റ് വരുന്നത് 899 ആണ് കേട്ടോ. സാരി നോക്കിക്കേ, ഇതാണ് സാരി കണ്ട. ഒരു പിസ്ത ഗ്രീൻ ആണ് കളർ. ഇതിനകത്ത് സിൽവർ ആണ് ബോർഡർ വരുന്നത് കേട്ടോ. ആ സാരിക്ക് ആദ്യത്തെ സാരിക്ക് ഗോൾഡൻ ആയിരുന്നു, ഇതിന് നോക്കിക്കേ സിൽവർ ബോർഡർ ആണ് വരുന്നത്. ഉള്ളിലുള്ള ഇക്കത്ത് പ്രിന്റ് ആണ് ഈ കാണുന്നത്. ഞാൻ ആദ്യത്തെ സാരി നന്നായിട്ട് നിവർത്തിയല്ലോ, അതുകൊണ്ടാണ് ഈ സാരി ഫുള്ള് നിവർത്താത്തത് കേട്ടോ. അതാ ബോഡി പാർട്ട് ഇങ്ങനെയാണ് ഫുള്ള് വരുന്നത്. ഇങ്ങനെ വരും ബോഡി പാർട്ട് ഫുള്ള് ഈ ഒരു ഇക്കത്ത് പാറ്റേണും 2 സൈഡിലും ബോർഡറും കേട്ടോ. 2 സൈഡിലും നമുക്ക് സിൽവർ ബോർഡർ കിട്ടും. ഇനി ഈ സാരിയുടെ കോമ്പിനേഷൻ ഇതാണ് കണ്ട. ബ്ലൂവിലാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് കണ്ട. സിൽവർ ബോർഡർ വെച്ചിട്ട് ബ്ലൂവിലാണ് ഇങ്ങനെ മുന്താണി വരുന്നത്. തുമ്പത്ത് ടാസിൽസ് ഇങ്ങനെ കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് 2 കളറിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആയിട്ടാണ് ടാസിൽസ് നല്ലത് ഇതുപോലെയാണ് കെട്ടി കൊടുത്തിരിക്കുന്നത്. എല്ലാത്തിനകത്ത് ടാസിൽസ് ഇതിനകത്ത് നല്ലൊരു ഹൈലൈറ്റ് ആണ്. ബ്ലൗസ് പീസ് ഇങ്ങനെ വരും.
ഇതാണ് ബ്ലൗസ് പീസ്. ഇത് ബ്ലൗസ് പീസ്, ഇത് മുന്താണിയുടെ ഡിസൈൻ കേട്ടോ. ഇത് മുന്താണിയുടെ ഡിസൈൻ. ഇത് ബ്ലൗസിൻ്റെ ഡിസൈൻ. കേട്ടോ, നല്ലൊരു കളർ കോമ്പിനേഷനാണ് രണ്ടും കൂടെ. അപ്പോൾ ഇതാണ് നമ്മളുടെ സെക്കൻഡ് സാരി. ഇനി ഒരു സാരിയും കൂടെയാണ് ഉള്ളത്. ഇത് ഇക്കത്തിൽ വരുന്ന അടുത്ത സാരി നോക്കിക്കോളൂ. ഇത് ബ്ലാക്കിൽ വരുന്ന സാരിയാണ് കണ്ടോ. ബ്ലാക്ക് എന്ന് വെച്ചാൽ ഇതൊരു ഡാർക്ക് ബ്ലാക്ക് അല്ല. നിങ്ങളിതിൻ്റെ കളർ നോക്കിക്കേ, ഒരു ഡാർക്ക് ആഷിൽ നിന്ന് ഇങ്ങനെ ബ്ലാക്കിലേക്ക് കയറിയിട്ടൊരു കളറില്ലേ, അങ്ങനത്തെ ഒരു കളറാണ്. നല്ല അടിപൊളി കളറാണ് കേട്ടോ. എന്നിട്ട് ഇതിനകത്ത് ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇക്കത്ത് പാറ്റേണിലുള്ള പ്രിന്റ്സ് ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. ലൈനിൻ്റെ ബോർഡറാണ് രണ്ട് സൈഡിലും കിട്ടും. അതാ ഇങ്ങനെ പ്രിന്റ് ഉള്ളിൽ വന്നിട്ട് ബോർഡർ വരുമ്പോൾ ഇങ്ങനെ കിട്ടും. ഈ സിൽവർ ലൈനിൻ്റെ ബോർഡർ നമുക്ക് രണ്ട് സൈഡിലും കിട്ടും കേട്ടോ. നല്ല ഭംഗിയുള്ള സാരിയാണിത്. ഇങ്ങനെയാണ് വരും സാരി. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുന്താണി നോക്കിക്കുക. ഇങ്ങനെ മുന്താണി കുറച്ചും കൂടെ ബ്ലാക്കിലേക്ക് കയറിയിട്ട് മുന്താണി വരും കണ്ടോ. ഇങ്ങനെയാണ് മുന്താണിയിലെ പ്രിന്റ് പോയിരിക്കുന്നത്. മുന്താണിയുടെ പ്രിന്റും കളറുമാണ് ഈ കാണുന്നത് കേട്ടോ. എന്നിട്ട് തുമ്പത്ത് ഈ ലൈനൊരു ലൈൻസും വരും. പിന്നെ ടാസിൽസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. നല്ല ഭംഗിക്കാണ് ഇതിൻ്റെ ടാസിൽസിനൊക്കെ ഏറ്റവും നല്ല ഭംഗിക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ്. ഇങ്ങനെയുള്ള പാറ്റേണിലാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരിക കണ്ടോ. ഇവിടെ കണ്ട കളറില്ലേ, ആ കളറിൻ്റെ തന്നെ ഡാർക്ക് കളറിൽ തന്നെ പ്രിൻ്റഡ് ആയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ. ഇതൊക്കെ വരുമ്പോൾ വരുന്ന ഒരു വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സാരിയാണ് ഇതെല്ലാം. ഇത് മൂന്നുമാണ് നമ്മൾക്ക് ഇന്ന് ഇക്കത്ത് പാറ്റേണിൽ വന്നിരിക്കുന്ന സാരികൾ കേട്ടോ. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. ഇതൊരു ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് സാരിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് വെച്ചാൽ നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. നല്ല നല്ല മെറ്റീരിയലാണ്. ഈ വിലയ്ക്കൊക്കെ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ എന്താണ് പറയേണ്ടത്, ഏറ്റവും നല്ല സാരിയാണ് കേട്ടോ. മിസ് ചെയ്യരുത്. നെക്സ്റ്റ് സാരി നോക്കിക്കുക. ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് സാരി വരുന്നത്. ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ബെയ്ജിൽ നിന്ന് ചെറുതായിട്ട് എന്താ പറയേണ്ടത്, ഡാർക്ക് ബെയ്ജിൽ നിന്ന് ഒരു ചെങ്കൽ കളറിലേക്ക് ചെറുതായിട്ട് കയറിയിരിക്കുന്ന നിങ്ങൾ ഈ കാണുന്ന ഒരു കളറില്ലേ, ഈ സെയിം കളർ തന്നെയാണ് ഇതിന് വരുന്നത് കേട്ടോ. ഇത് തന്നെയാണ് ഇതിൻ്റെ കളറ്. ഡിസൈൻ ഇങ്ങനെ വരും. ഈ സൈഡിൽ നല്ലൊരു ബനാറസി ബോർഡർ കിട്ടും കണ്ടോ. നല്ലൊരു ബോർഡർ ഈ സൈഡിൽ കിട്ടും. ഈ ബോർഡർ ചെറുതാണ്. അത് ഈ തുമ്പത്തേക്ക് വരുമ്പം ബോർഡർ കുറച്ചും കൂടി തുമ്പത്തേക്ക്. ഇത് നോക്കിക്കേ, ഇതിൻ്റെ മേളിലത്തെ ബോർഡർ കണ്ടോ, ചെറിയ ബോർഡറാണ് കണ്ടോ. താഴത്തേക്ക് വരുമ്പോഴത്തേക്കും ബോർഡർ വലുതായിട്ടാണ് വരുന്നത്. നല്ല ബനാറസി ബോർഡറാണ് കണ്ടോ. ഇതാണ് ബോർഡറിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. ഇങ്ങനെ വരും. സാരി ഉടുത്ത് കുത്തി വരുമ്പോൾ ഇങ്ങനെയാണ് സാരി വരുന്നത് കേട്ടോ. നല്ല സാരിയാണ്. എന്നിട്ട് ഇതിൻ്റെ മുന്താണി നോക്കിക്കോളൂ. ഇങ്ങനെ വരും ഇതിൻ്റെ മുന്താണി. ഇതാണ് ഇതിൻ്റെ മുന്താണി. മുന്താണിയിൽ നോക്കിയിട്ട് ടാസിൽസ് എല്ലാം നല്ല അറ്റാച്ച് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് ബ്ലൗസ് പീസ് കണ്ടോ. ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. അരികത്ത് കസവും ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രിന്റും കൂടെ കൂടിയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഈ ചെറിയ ബോർഡറോ അല്ലെങ്കിൽ വലിയ ബോർഡറോ ഏത് വേണമെങ്കിലും നിങ്ങൾ കയ്യിൽ വെച്ച് തയ്ക്കാനായിട്ട് കിട്ടും കേട്ടോ. ബ്ലൗസും കൂടെ ഒക്കെ തയ്ച്ചിട്ട് കഴിയുമ്പോൾ സാരിക്ക് നല്ല ലുക്കായിരിക്കും. ബ്ലൗസ് പീസിൻ്റെ പ്രിൻ്റ് ഇങ്ങനെയാണ് വരുന്നത്. രണ്ട് സൈഡിൽ ഇതുപോലെ കസവിൻ്റെ ബോർഡർ കിട്ടും കേട്ടോ. ഇങ്ങനെയാണ് സാരിയുടെ ലുക്ക് വരുന്നത്. ഈ 899 ഇത് നല്ല അടിപൊളി സാരിയാണ്. ഒരു ചെറിയ പാർട്ടി വെയറായിട്ടൊക്കെ നമുക്ക് ഉടുത്തിട്ട് പോകാവുന്ന സാരിയാണ് കേട്ടോ. നോക്കിക്കാൻ നെക്സ്റ്റ് സാരി ഇതാണ് കണ്ടോ. നല്ല നേവി ബ്ലൂ കളർ. നേവി ബ്ലൂ എന്ന് വെച്ചാൽ ഒത്തിരി ഡാർക്ക് അല്ല കേട്ടോ. അതാ നിങ്ങൾ ഈ കാണുന്ന കളർ സെയിം ആണ് കളർ വരുന്നത്. എന്നിട്ട് ഈ അരികത്ത് കണ്ടോ, ഈ ബോർഡർ കണ്ടോ, ഒരുപാട് അങ്ങ് തെറിച്ച് നിൽക്കുന്ന ബോർഡർ അല്ല. പക്ഷേ അരികത്ത് നല്ല ബ്രോഡായിട്ടൊരു ബോർഡർ വന്നിട്ടുണ്ട്. ഉള്ളിലേക്ക് ഇതുപോലത്തെ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഓർഗൻസ കുറച്ചും കൂടെ മിക്സ് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. പക്ഷെ നല്ല ഒതുങ്ങി കിടക്കും കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഇട്ടാൽ അവിടെ കിടക്കും. അങ്ങനത്തെ മെറ്റീരിയലാണ് കേട്ടോ. ഓർഗൻസ എന്ന് പറഞ്ഞാൽ കണ്ടമാനിങ് ചാടി പോകുന്ന ടൈപ്പ് അങ്ങനത്തെ അല്ല. കുറച്ച് ഓർഗൻസയും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയാണ് സാരിയുടെ വ്യൂ വരുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഈ ബോർഡറിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വലിയ ബോർഡർ കിട്ടും കണ്ടോ. വരുമ്പോഴത്തേക്കും ഏകദേശം ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് കിട്ടുന്നത് കേട്ടോ. ഇത് ഉള്ളിലത്തെ ഇതുപോലെ ഫ്ലോറൽ പ്രിന്റും അരികത്തേക്ക് ഇങ്ങനെ ഒരു പാറ്റേണുമാണ് വരുന്നത്. സാരി ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ മുന്താണി വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ.
ഇതാണ് ഇതിൻ്റെ മുന്താണി. മൊത്തം ഒരു സിൽവർ പാറ്റേണിലാണ് ഇതിൻ്റെ എന്താണ് പറയേണ്ടത്, ഈ ബോർഡറും ഈ മുന്താണിയും എല്ലാം കൂടെ ഒരു സിൽവർ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ഇതാ ഒരു ഫ്ലോറൽ പ്രിൻറ്റിലുള്ള ആ ടാസിൽസും കൂടെ കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് മുന്താണി വരിക കേട്ടോ. ഇങ്ങനെ വരും മുന്താണി. സാരി ഇങ്ങനെ വരും. ബോഡി ഫുള്ള് ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെയാണ് സാരി വരിക. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. ബൂട്ടാസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പ്രിൻറ്റും കൂടെ പോകുന്നുണ്ട്. അത് പക്ഷേ എടുത്ത് കാണിക്കുന്നതല്ല. അതിൻ്റെ കൂടെ ഈ സിൽവർ ബുട്ടാസും കൂടെ വരുന്ന ഒരു ഇങ്ങനെ ചെറിയ ഫ്ലോറൽ പ്രിൻറ്റും സിൽവർ ബുട്ടാസും. ആ ഫ്ലോറൽ പ്രിൻ്റ് ഒട്ടും എടുത്ത് കാണിക്കുന്നതല്ല. കയ്യിൽ വയ്ക്കാനായിട്ട് ഈ കസവ് ബോർഡറും കിട്ടും കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ബ്ലൗസ് പീസും കൂടെ ഒക്കെ തയ്ച്ചിട്ട് ബ്ലൗസൊക്കെ തയ്ച്ചിട്ടിട്ട് കൊടുത്താൽ നല്ല ഭംഗിയുള്ള സാരിയാണ്. നല്ലൊരു പാർട്ടി വെയർ ലുക്കിൽ ചെറിയ ഒരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് കൊടുത്തിട്ട് പോകാൻ പറ്റിയ സാരിയാണ് കേട്ടോ. കയ്യിൽ വയ്ക്കാനായിട്ട് നമുക്ക് ബോർഡറും കിട്ടും. അപ്പോൾ ഈ സാരിയുടെയും റേറ്റ് വരുന്നത് സെയിം ആണ് കേട്ടോ. എല്ലാ സാരിക്കും ഒരേ റേറ്റിലാണ് വരുന്നത്. അതേ നെക്സ്റ്റ് സാരി നോക്കിക്കേ. ഇതാണ് നെക്സ്റ്റ് സാരി. ഇത് കുറച്ചും കൂടെ നല്ല മെറ്റീരിയലും നല്ല ക്വാളിറ്റിയുമുള്ള ഗീച്ച സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണ് കണ്ടോ. ഇതാണ് ബോർഡർ വരുന്നത്. ഇങ്ങനെയാണ് ഉള്ളിലെ പാറ്റേൺ. ഇങ്ങനെ വരും കണ്ടോ. ഫ്ലോറൽ പ്രിൻ്റാണ് ഫുള്ള് വരുന്നത്. ഇതുപോലെയാണ് ഇതിൻ്റെ ഫ്ലോറൽ പ്രിൻറ്റ്സ് വരുന്നത്. എന്നിട്ട് തുമ്പത്ത് വീണ്ടും ആ ഒരു നമുക്ക് ബോർഡർ കിട്ടും കണ്ടോ. സാരിയുടെ കളർ ഇതാണ്. മുന്താണിതാ ഇത്. ഈ സാരി കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളതും കുറച്ചും കൂടെ ഹൈ റേഞ്ചിൽ വരുന്നതുമായ സാരിയാണ് കേട്ടോ. ഇതിൻ്റെ തുമ്പത്തൊക്കെ കണ്ടോ. അതാ കസവൊക്കെ നന്നായിട്ട് കിട്ടും. ഇതാണ് മുന്താണി പാർട്ട് വരുന്നത്. ഇങ്ങനെ വരും മുന്താണി. ഇനി ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് കണ്ടോ. അതാ ഇങ്ങനെ ലൈൻ ലൈൻ പാറ്റേണിൽ അരികത്തത കസവിൻ്റെ കരയും കൂടെ വരാൻ പാകത്തിനാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് കണ്ടോ. മുന്താണിയല്ല ബ്ലൗസ് പീസ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ്. ഇങ്ങനെയൊക്കെയാണ് സാരി കുത്തി കൊടുക്കുമ്പോൾ വരിക. നല്ല ഭംഗിയുള്ള സാരിയാണ് ഇത്. നല്ല ക്വാളിറ്റിയുള്ള സാരിയാണ് കേട്ടോ. ആദ്യം ഞാൻ കാണിച്ച സാരികളുടെ പോലെയുള്ള സാരിയല്ല ഇത്. ക്വാളിറ്റി കൂടിയ സാരിയാണ്. നല്ല മെറ്റീരിയലാണ്. ഇതാണ് മെറ്റീരിയൽ കണ്ടോ. ഗീച്ചയാണ് സാരി. അടിപൊളി സാരിയാണ് കേട്ടോ. ഈ സാരിയുടെ റേറ്റ് വരുന്നത് 1050 ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. നമ്മുടെ ഇന്നത്തെ നെക്സ്റ്റ് സാരി നോക്കിക്കേ. ഈ സാരി ഒന്നും നമ്മൾ ഇതുവരെയും കൊണ്ടുവരാത്ത സാരികളാണ് കേട്ടോ. ഈ സാരി എന്ന് പറഞ്ഞാൽ ബട്ടർ ക്രേപ്പ് എന്നൊക്കെ ഉള്ളൂ. ക്രേപ്പ് സിൽക്കിൽ വരുന്ന സാരിയാണ് കേട്ടോ. ക്രേപ്പിൽ വരുന്ന സാരിയാണ്. കളർ കണ്ട ഡാർക്ക് ബ്ലൂയിഷ് അങ്ങനത്തെ ഒരു ബ്ലൂ, നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു കരിഞ്ഞ ബ്ലൂ, അങ്ങനത്തെ ഒരു കളറാണ്. ഈ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ. അതിനകത്ത് ഇങ്ങനത്തെ വലിയ ഫ്ലവർ ഡിസൈനാണ് ഇതിൻ്റെ കണ്ട. ഈ സാരിയൊക്കെ നമുക്ക് ഒട്ടും കനം തോന്നരുത്. നല്ല ഫ്രീ ആയിട്ട് കണ്ട എന്തൊരു ഫ്ലോയി സാരിയാന്ന് നോക്കിക്കേ. ഈ മൊഡാലിൻ്റെ ഒക്കെ ഏറ്റവും കൂടിയ മെറ്റീരിയലില്ല അതുപോലെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. പക്ഷെ ഇത് മൊഡാലല്ല കേട്ടോ മെറ്റീരിയൽ. ഇത് മൊഡാലിലും ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ക്രേപ്പിൻ്റെ ഏറ്റവും നല്ല ഫൈൻ ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയലാണ്. ഇങ്ങനെ വരും ഇതിൻ്റെ ബോഡി ഫുള്ള്. അതിൻ്റെ രണ്ട് സൈഡിൽ കൂടെയാണ് ഇങ്ങനെ പ്രിന്റ് പോകുന്നത് കേട്ടോ. ഇതാ കണ്ട ഇങ്ങനെ ഉള്ളിലും വരും. ഇതാ ഇങ്ങനെ വലിയ വലിയ പ്രിന്റ്സ് ആണ്. നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ. പിന്നെ ഞാനിത് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ ഇതിൻ്റെ ഭംഗി. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി ഫുള്ള്. ഒട്ടും കനമില്ലാതെ നല്ല സുഖമായിട്ട് സാരി ഉടുത്തുകൊണ്ട് പോകണം, ഒട്ടും വെയിറ്റ് തോന്നരുത് എന്നൊക്കെ തോന്നുന്നവർക്ക് പറ്റിയ സാരിയാണ് ഈ സാരി കേട്ടോ. ഈ സാരിയുടെ മുന്താണി കണ്ടോ എങ്ങനെ വരും. സിംഗിൾ ലെയറിലാണ് ഞാനിപ്പോൾ ഈ സാരി വെച്ചിരിക്കുന്നത് കേട്ടോ. സിംഗിൾ ലെയറിലാണ് ഞാനിപ്പോൾ ഈ സാരി വെച്ചിരിക്കുന്നത്. എന്നാ ഭംഗിയുള്ള സാരി എന്ന് എനിക്ക് അല്പം പോലും കട്ടിയില്ല കണ്ടോ. എത്ര നനന്നൂന്നിരിക്കുന്ന സാരിയാണ്. നമുക്ക് നല്ല ഒന്നൊന്നര മെറ്റീരിയലാണ് കേട്ടോ. മെറ്റീരിയലിനെ പറ്റി ആരും ഡൗട്ട് വെക്കേണ്ട. നല്ല ഒന്നൊന്നര മെറ്റീരിയലാണ്.
നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഒട്ടും ഘനമില്ലാതെയൊക്കെ സാരി ഉടുത്തിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒരു വെറൈറ്റി ആയിട്ടൊരു സാരി എടുത്തുകൊണ്ട് പോകണമെന്നും ആഗ്രഹിക്കുന്നവർക്ക് ഇത് സിംഗിൾ ലെയറൊക്കെ ആയിട്ട് ഇതിട്ടിട്ട് ഇതിൻ്റെ ബ്ലൗസും കൂടെ ഒക്കെ അങ്ങ് തയ്ച്ചിട്ടാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉടുത്തിട്ട് പോകാവുന്ന സാരിയാണ് കേട്ടോ. ഇങ്ങനെ വരും ഇതിൻ്റെ ബ്ലൗസ് പീസ്. കണ്ടോ, ഇങ്ങനെയാണ് ബ്ലൗസ് പീസിൻ്റെ ഡിസൈൻ വരുന്നത്. ഈ ബ്ലൗസ് പീസും കൂടെ ഒക്കെ തയ്ച്ചിട്ട് ഈ സാരിക്ക് ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് സാരിയുടെ വ്യൂ. അടിപൊളി സാരി എന്ന് അതായത് ഞാൻ സിംഗിൾ ലെയറിലാണ് ഇത് പിടിച്ചിരിക്കുന്നത്. കണ്ടോ, സിംഗിൾ ലെയറിൽ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നാൽ ഇതൊട്ട് സീ ത്രൂ അല്ലാതെ തന്നെ അല്പം പോലും സീ ത്രൂ അല്ല. ആ സിംഗിൾ ലെയറിലിട്ടാൽ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. അതാ നോക്കിക്കേ, ഞാനിപ്പോൾ ഇതാ സിംഗിൾ ലെയറിലിട്ടാണ് പിടിച്ചിരിക്കുന്നത്. അതാണ് ഈ സാരിയുടെ പ്രത്യേകത. ഇതങ്ങോട്ട് ചുരുട്ടി കൂട്ടിയാൽ അത് ഇത്രയേ ഉള്ളൂ ഈ സാരി. അതുപോലുള്ള സാരിയാണ് കേട്ടോ. ഇത് നമ്മൾ ഇതുവരെ കൊണ്ടുവരാത്ത ഒരു സാരി ആയതുകൊണ്ടാണ് ഞാനിത് ഇത്രയ്ക്ക് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ എത്ര സാരി വേണമെങ്കിലും കൊണ്ടുതരാം. നമുക്കൊരു ഡിഫറെൻറ്റ് സ്റ്റൈലിൽ ഉടുത്തിട്ട് പോകാവുന്ന സാരിയാണ് കേട്ടോ. വെച്ചിരിക്കുന്ന സാരിയുടെ റേറ്റ് വരുന്നത് 1190 അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഇനി നമ്മുടെ കയ്യിൽ ലാസ്റ്റ് ഉള്ള ഒരു സാരിയാണ് ഇന്നത്തെ ബാപ്ത ടസർ സാരിയാണ്. ഇങ്ങനെയാണ് സാരി വരുന്നത്. അടിപൊളി സാരി കേട്ടോ. ഇങ്ങനെ വരും മേളിലെ ബോർഡർ. ബാപ്ത ടസറാണ് മെറ്റീരിയൽ. മേളിലത്തെ ബോർഡർ ഇങ്ങനെ വരും. ഇതാണ് കളർ വരുന്നത്. ഡാർക്ക് മെറൂൺ ആണ് കളർ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഈ പ്രിന്റ് വരും. ബ്ലാക്ക് കലർന്നിട്ട് ഒരു പ്രിൻ്റാണ്. എന്നിട്ട് ഇതാ തുമ്പത്ത് വീണ്ടും ഈ കസവിൻ്റെ ബോർഡർ നമുക്ക് കിട്ടും കേട്ടോ. ഈ ബോർഡറൊന്നും ഒരുപാട് തെറിച്ച് നിൽക്കുന്ന ബോർഡർ അല്ല. ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത്. മുന്താണി ഇതാ നോക്കിക്കേ. ഇതിൻ്റെയൊക്കെ മെറ്റീരിയലും ഇതിൻ്റെ ക്വാളിറ്റിയും ഒക്കെ ഈ മുന്താണിയൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം. കണ്ടോ, ഫുള്ള് കസവിൻ്റെ ലൈൻ പാറ്റേണിലാണ് ഇതാ മുന്താണി വന്നിരിക്കുന്നത്. അത് എത്ര 2-3 പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്ത് താഴെ വരെ ഇങ്ങനെ ആ കസവിൻ്റെ ലൈൻസ് ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. കണ്ടോ, എന്നിട്ട് താഴത്തെ ടാസിലും ഇതാ കസവിൻ്റെ ലൈൻസാണ് ഈ കാണുന്നത്. ഇതാ ഇത് 3 ലെയറിലായിട്ട് ഇങ്ങനെ നമുക്ക് കിട്ടും മേൽഭാഗം മുതൽ. ഈ ടൈപ്പ് സാരികളൊന്നും നമുക്ക് എപ്പോഴും ഒന്നും അങ്ങനെ കിട്ടത്തില്ല കേട്ടോ. ഇതൊക്കെ ഒരു വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്ന പോലെ എപ്പോഴെങ്കിലും ഒക്കെ അവരുടെ കയ്യിലുണ്ടാവും. അപ്പം നമ്മൾ ആ കറക്റ്റ് സമയത്ത് എൻക്വയറി ചെയ്ത് അങ്ങനെ കിട്ടുന്ന സാരികളാണ്. അടിപൊളി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉടുത്തിട്ട് പോകാവുന്ന സാരിയാണ് കേട്ടോ. ഇങ്ങനെയാണ് സാരി. ഞാൻ ഭംഗിയുള്ള സാരിയാന്ന് മേടിക്കുക. നല്ലൊരു പാർട്ടി വെയർ സാരിയാണ് കേട്ടോ. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉടുത്തിട്ട് പോകാം. അത്രയ്ക്ക് നല്ല സാരിയാണ്. ഇനി ഇതാ ഈ സാരിയുടെ ബ്ലൗസ് പീസ് കണ്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ഇത് പ്യുവർ ടെസറിൽ നിന്ന് ഒട്ടും കുറവല്ലാത്ത രീതിയിൽ നമുക്ക് ഉടുത്തിട്ട് പോകാവുന്ന സാരിയാണ് കേട്ടോ. ഇങ്ങനെ പ്രിന്റഡിലാണ് ബ്ലൗസ് വരുന്നത്. തുമ്പത്ത് നമുക്ക് കസവും കിട്ടും. ഇതിൻ്റെ ഈ പ്രിന്റഡ് ബ്ലൗസൊക്കെ കയ്യിൽ ആ കസവും എല്ലാം വെച്ചിട്ട് അങ്ങോട്ട് തയ്ച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി സാരിയാണ്. അടിപൊളി പാർട്ടി വെയർ സാരിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1390. ഇത് നമ്മൾ ആദ്യം കൊണ്ടുവന്നപ്പോൾ ഇതിലും റേറ്റിലാണ് ഞാൻ ഇട്ടത്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ കുറച്ച് റേറ്റ് കുറച്ചിട്ടാണ് ഇരിക്കുന്നത്. മുന്താണി ഇതാണ് കേട്ടോ. നേരത്തെ വാങ്ങിച്ചവർക്കറിയാം. ഇതിലും റേറ്റിലാണ് ഞാൻ നേരത്തെ ഇട്ടിരുന്നത്. ഈ പ്രാവശ്യം 1390 സാരിയുടെ റേറ്റ് കേട്ടോ. ഇതാണ് സാരി. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ കയ്യിൽ ഇന്ന് സാരികളുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചുകൊള്ളുക. കുറച്ച് വീഡിയോ ദീർഘമായി പോയി, കാരണം സാരികളും കുറച്ച് കൂടുതലുണ്ടായിരുന്നു. എൻ്റെ എക്സ്പ്ലനേഷനും കുറച്ച് കൂടിയോ എന്നൊരു സംശയം. അത് ഡിഫറെൻറ്റ് പാറ്റേൺസിലായതുകൊണ്ട് എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വരുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് സദയം ക്ഷമിക്കണം. അപ്പം ഇന്നത്തേക്ക് നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.